إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يطاف عليهم بصحاب من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. وتلك الجنة التي أورثتموها بما كنتم تعملون لكم فيها فاكهة كثيرة منها تأكلون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ സഗൗരവം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഇവിടെ ജീവിക്കുവാനും മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഇവിടെ നിന്ന് വിട പറയുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ അതിശൈത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ് അതിൻ്റെ പ്രയാസം പല രൂപത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസ കാലയളവിൽ. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും തീക്ഷ്ണമായ ചൂടും നമ്മൾ അനുഭവിക്കും. ഇത് നമുക്ക് അരോചകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അത്ര അങ്ങോട്ട് നമുക്ക് സുഖകരമല്ലാത്തൊരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ ഈ സീസണുകളിൽ കടന്നു പോകുന്നത്. അതുപോലെയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം. നമ്മുടെ ഉത്കണ്ഠകളും അന്തസംഘർഷങ്ങളും നമുക്ക് വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക, അല്ലേ? നമ്മൾ എത്ര കണക്കുകൂട്ടലുകൾ നടത്തിയാലും മറിച്ചും തിരിച്ചും വീണ്ടും നമ്മുടെ ആസൂത്രണങ്ങൾ നമ്മൾ ചെയ്താലും ഒരുപക്ഷെ ആ പദ്ധതികളൊക്കെ അവസാനിച്ച് നമ്മൾ അതിനെ അവലോകനം ചെയ്യുമ്പോൾ നമുക്കതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ പല പോരായ്മകളും വീണ്ടും കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൗതിക ജീവിതം, ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിപൂർണമായ സംതൃപ്തി എവിടെയും ലഭിക്കുകയില്ല. പരിപൂർണത ലഭിക്കുന്ന ജീവിതമല്ല നമ്മുടെ ഇവിടുത്തെ ജീവിതം. നമുക്ക് പരിപൂർണത ലഭിക്കുക നാളെ പരലോകത്താണ്, അല്ലേ? നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന നമ്മുടെ ഇഷ്ടജനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഏറ്റവും നല്ല നിലയിൽ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ പലപ്പോഴും നമുക്കത് ലഭിക്കുകയില്ല. എല്ലാം നമുക്ക് അനുഭവിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കെല്ലാം അനുഭവിക്കാൻ സാധ്യമല്ല. പൂർണ്ണ സംതൃപ്തമായ ജീവിതം ഇവിടെ ലഭിക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിവിടെ സാധിക്കുകയില്ല, അല്ലേ? ദുനിയാവിൻ്റെ പ്രകൃതി അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് ആ രൂപത്തിലാണ്. എല്ലാം കേൾക്കാനും എല്ലാം കാണാനും എല്ലാം ആസ്വദിക്കാനും എല്ലാം അനുഭവിക്കുവാനുമുള്ള രൂപത്തിലല്ല അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയെ. മനുഷ്യൻ്റെ പ്രകൃതിയെ അല്ലാഹു തആല ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? ഇവിടെ പൂർണ്ണമായ ക്രമസമാധാന പാലനം നമ്മുടെ ഭൗതിക സംവിധാനത്തിന് പോലും ഗവൺമെൻറ്റുകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിശേഷബുദ്ധി നൽകപ്പെട്ട, സ്വതന്ത്ര ചിന്ത നൽകപ്പെട്ട, തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകപ്പെട്ട ഒരു ജീവി, വിശിഷ്ട ജീവി,
ഒരു വിശേഷ ജീവി എന്നുള്ള നിലക്ക് മനുഷ്യൻ്റെ മേൽ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയാലാണ് നമുക്ക് നാളെ പരലോകത്ത് സുഖാനുഭവങ്ങളുടെ നിത്യശാന്തിയുടെ ഗേഹമായ സ്വർഗം പുൽകാൻ സാധിക്കുക, അല്ലേ? അവിടെ എന്താണ്? കൈപ്പുറ്റതും വേദനാജനകവുമായ ഒരു അനുഭവം നമുക്ക് പരലോകത്തുണ്ടാവുകയില്ല. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. സൂക്ഷ്മത പാലിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച ആളുകൾക്ക് നാളെ തോട്ടങ്ങളിലും അരുവികളിലും ആയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. തീർച്ചയായും അവർ നിർഭയരായി ശാന്തിയോടെ അവിടെ പ്രവേശിച്ചു കൊള്ളും. അവരുടെ മനസ്സിലെ വിദ്വേഷങ്ങളൊക്കെ ഊരിയെടുക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വർഗം എന്ന ചിന്തയാണ് പൂർണ്ണതയ്ക്ക് നമുക്ക് അനിവാര്യം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് വലിയ അനുഗ്രഹം. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ട ആയത്ത്. യുതാഫു അലൈഹിം ബിസിഹാബിൻ മിൻ ദഹബിൻ വഅക്വാബ് വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അയ്ൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. അവിടെ നമുക്ക് ലഭിക്കുന്ന സൗകര്യം, അല്ലേ? സ്വർണ്ണത്തളികകളും പാനപാത്രങ്ങളും അവർക്ക് ചുറ്റും കൊണ്ട് നടക്കപ്പെടും. വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അയ്ൻ. മനസ്സ് കൊതിക്കുന്ന എന്തും ലഭിക്കുന്ന സ്ഥലമാണ്. മനസ്സ് കൊതിക്കുന്ന എന്തും ലഭിക്കുന്ന സ്ഥലം. അതുകൊണ്ട് കണ്ണുകൾക്ക് ആനന്ദകരമായ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് എന്തൊക്കെ അരോചകമായ സംഗതികളാണ്. ഇവിടെ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്രയെത്ര പ്രയാസങ്ങളാണ് കുത്തിനിറക്കപ്പെടുന്നത്, അല്ലേ? ഓരോ വാർത്തകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴേക്കും നമ്മൾ അറിയുന്നില്ല, അറിയാതെ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. എന്നാൽ പരലോകം അങ്ങനെയല്ല. പരലോകം എന്ന് പറഞ്ഞാൽ സുഖം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ തൊഴിൽ. സുഖം ആസ്വദിക്കുക എന്നത് മാത്രമേ അവിടെ തൊഴിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സ്വർഗത്തെ സംബന്ധിച്ച് എപ്പോഴും നമ്മുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. എന്താണ്? അവൻ്റെ ഓരോ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും ഈ വാക്ക്, ഈ പ്രവർത്തനം, ഈ ചിന്ത, ഈ നടത്തം, ഈ പോക്ക്, ഈ കാണൽ, ഈ കേൾവി, ഈ പിടിക്കൽ എല്ലാം അവനെ അവിടമായി കണക്ട് ചെയ്യണം. പരലോകത്ത് സ്വർഗം ലഭിക്കണം, എൻ്റെ സ്വർഗപ്രാപ്തിക്ക് ഇത് ഉപകാരപ്പെടുമോ, അതല്ല അത് നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമോ എന്നുള്ള ചിന്ത അവനുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്രകാശങ്ങളൊക്കെ മാറിക്കും. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ മകളുടെ വിവാഹം ഉറപ്പിച്ചു, അതിൻ്റെ ദിവസങ്ങൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ നമുക്കെന്താണ്, ആ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ എൻഗേജ് ആവും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പോകുന്ന വഴിയിൽ കാലൊന്ന് തട്ടി മുറിയായാൽ അത് ശ്രദ്ധിക്കില്ല. അത് ശ്രദ്ധിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് വേറൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ, അല്ലേ? അപ്പോൾ താൽക്കാലികമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് പ്രയാസങ്ങളല്ലാതായി മാറുന്നുവെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു കണ്ണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മസ്തിഷ്കത്തിൻ്റെ ആലോചനയുടെ പരിധിയിലും വരാത്ത അത്ര വിശാലമായ സൗകര്യങ്ങളോട് സംവിധാനിക്കപ്പെട്ട സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി ലക്ഷ്യം വെച്ച് നമ്മൾ നീങ്ങുമ്പം നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാനത് പ്രയാസമാവില്ല. അള്ളാഹുവിന് വേണ്ടി ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ ഏർപ്പെടാനുള്ള പ്രോത്സാഹനം, അതിൻ്റെ മനസ്സിന് നമുക്കെന്താണ് താല്പര്യങ്ങൾ വർദ്ധിച്ചു വരും, അല്ലേ? നമ്മൾ ഏതായാലും ഒരു ദിവസം ഇവിടുന്ന് പോകും. നമ്മുടെ ഇവിടുത്തെ ജീവിതം വളരെ ചെറിയൊരു കാലയളവാണ്. ഏറിയാൽ ശരാശരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-70 ഇടയിലാണ്. വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്ക് അത്രയൊക്കെ പ്രായം ഈ ഭൂമിയിൽ ഉള്ളൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലേ? എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. പരിപൂർണമായ പ്രതിഫലം ലഭിക്കുക യൗമൽ ഖിയാമ, മരണശേഷമാണ് പരിപൂർണമായ. ഫമൻ സുഹ്സിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന, അതാണ് യഥാർത്ഥ വിജയം. സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ വിജയം. അങ്ങനെ ചെയ്തവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇവിടെ കബളിപ്പിക്കുന്ന ചില വിഭവങ്ങളാണ്, വളരെ വർണ്ണാഭമായ ചില അലങ്കാരങ്ങൾ മാത്രം സംവിധാനിച്ചതാണ് ഈ ദുനിയാവ്. എന്നാൽ പരലോകം അങ്ങനെയല്ല. അതുകൊണ്ട് ആ മികച്ച സൗകര്യങ്ങളുള്ള, നമുക്കൊരിക്കലും ആലോചിച്ചാൽ, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളിവിടെ മരണമില്ലാത്തൊരു ഭൂമിയിൽ നിന്ന് ആലോചിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ കഴിയാം. മരണമില്ലാത്തൊരു ഭൂമിയിൽ ഇവിടുത്തെ ജീവിതം
ഒരിക്കലും കഴിയില്ല. നമ്മളെന്താ, നമ്മുടെ അനുഭവത്തിലുള്ളത് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ മരണം ഇല്ലാത്തൊരു ജീവിതം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരിക്കലും ഉൾക്കാൻ. അപ്പോൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് അറ്റമില്ലാത്ത ജീവിതം, മരണമില്ലാത്ത ജീവിതം. നമ്മുടെ ജീവിതത്തിന് ഒരു മരണമേ ഉള്ളൂ, പിന്നെ മരണമില്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്തത്ര സൗകര്യങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കുക. നാഥൻ സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി പാലിക്കാൻ നമ്മളെല്ലാ സമയവും സദാ ശ്രദ്ധ കാണിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നോക്കൂ, നമ്മളെ അള്ളാഹു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വെറുതെ ഇവിടെ വന്ന് കന്നുകാലികളെപ്പോലെ തിന്നുകയും രമിക്കുകയും നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്ത് വെറുതെ ഇങ്ങനെ ഇവിടുന്ന് പോകുന്ന ഒരു പ്രകൃതിയോട് കൂടിയാണ് അള്ളാഹു തആല. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ഉയർന്ന് ചിന്തിക്കുവാനുള്ള ഒരു തലച്ചോറ് അള്ളാഹു തആല നമുക്ക് തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അല്ലേ? മറ്റു ജീവികളെപ്പോലെ ഇവിടെ ജീവിച്ച് ഇവിടുന്ന് പോകും. അങ്ങനെ അല്ല. അള്ളാഹു തആല അത് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെന്നാ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന്. നമ്മുടെ അടുക്കൽ എന്താ പറയുക, നീ പോയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറയില്ലേ? നമ്മൾ പറയില്ലേ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം വീട്ടിൽക്കാന്ന്. ഇവിടെ നിങ്ങളെ അയച്ചത് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കേണ്ട സിലബസ് നമുക്കിവിടെ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ ജീവിക്കണം. അല്ലെങ്കിൽ അന്നക്കും ഇലൈന ലാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ ഇവിടെ വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ച് ഇവിടെ ഇങ്ങനെ വളർന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് ഇവിടെ ഇങ്ങനെ അങ്ങ് തീരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്ന വെച്ചാൽ? ഇവിടെ ഇങ്ങനെ അങ്ങ് തീരും, മരിച്ച് മണ്ണോട് ചേർന്ന് പിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ, ഇവിടെ ഒന്നുമല്ല ചോദ്യം ചെയ്യപ്പെടാത്തൊരവസ്ഥയിൽ ഇവിടെ തീർന്നു പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലേ? എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. നിങ്ങളിവിടെ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അല്ലാഹു തആല തീർച്ചയായും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നല്ല നിലക്ക് അതിനോട് പ്രതികരിക്കാനും അള്ളാഹുവിൻ്റെ കോപങ്ങൾക്ക് വിധേയമാകാതിരിക്കുവാനും പ്രതിഫലം ലഭിക്കുവാനും വളരെ കണിശതയോടുകൂടി കൃത്യതയോടുകൂടി മതത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യുന്നവർക്ക് നാളെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. വിശുദ്ധ ഖുർആൻ്റെ നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അധ്വാനിക്കുന്നവർക്കാണ് നാളെ പ്രതിഫലം ലഭിക്കുക. അവിടെ വലിയ സൗകര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇവിടുത്തെ ഒരു സൗകര്യങ്ങളും അവിടുത്തെ ഒരു സൗകര്യങ്ങളുമായി നമുക്ക് സാദൃശ്യം ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ സാധനങ്ങളുടെ പേരുകൾ മാത്രമായിരിക്കും ചിലപ്പം നാളെ പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കുന്ന സാധനങ്ങൾക്കുണ്ടാകും. പക്ഷെ അതിൻ്റെ ഗുണമോ മേന്മയോ ഒന്നും ഇവിടെയുള്ള സാധനങ്ങളുമായി നമുക്ക് തുലനം ചെയ്യാൻ കഴിയുകയില്ല. ഒരു ടെൻറ്റിനെ സംബന്ധിച്ച് ഹദീസുകൾ നമുക്ക് ഇന്നൽ മുഅ്മിനു ഫിൽ ജന്നത്തിൽ ഖൈമ മിൻ ലുഅ്ല, ഉള്ളുപൊള്ളയായ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഖൈമ അവിടെ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലത്തെ സൗകര്യമെങ്കിലും അത് തന്നെ ദുനിയാവിലെ സകല സൗകര്യങ്ങളെക്കാൾ വലുതാണ്, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ അധ്വാനം ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ രാവ് മുതൽ വൈകുന്നേരം വരെ ഓടി നടന്ന് അധ്വാനിക്കുകയാണ്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ. അവിടെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കലാണ് തൊഴിൽ. ഒരു സുഖസൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ആരും ഒന്നും മെനക്കെടേണ്ട, അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ഈവൻ നമുക്ക് ഉറങ്ങേണ്ട ആവശ്യം പോലും അവിടെ ഇല്ല. നമ്മളെന്തിനാണ് ഇവിടെ ഉറങ്ങുന്ന? നമ്മുടെ അധ്വാനിക്കുന്ന അവയവങ്ങൾക്ക് വിശ്രമം നൽകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഉറങ്ങുന്നത്, അല്ലേ? അതുപോലും നാളെ പരലോകത്ത് ആ സമയം കൂടി ഒരു വിശ്വാസിക്ക്
അനാവശ്യമായി കളയണ്ട, ആ സമയം കൂടി നിങ്ങൾ ആസ്വദിക്കാനുള്ളതാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ആസ്വാദനത്തിൻ്റെ ഗേഹമാണ് സ്വർഗം. അത് ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ അധ്വാനിക്കണം. നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാവങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അടുത്ത ബന്ധു മിത്രാദികളൊക്കെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചുപോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവൻ്റെ വിശാലമായ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മരെയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റ് കടബാധ്യതകൾ പോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ആ പ്രയാസം നീക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.